നമസ്കാരം. 2026 കൊക്കോസ് ജനതാ പാർട്ടി നടത്തിയ ഒരു വിദ്യാർത്ഥി സമരം അത് വലിയ തരത്തിലുള്ള വിജയമായിരുന്നു. മോദി സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയാൻ പോകുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് BJPയുടെ ഒരു MP-യും സിനിമാ നടിയുമായ ബോളിവുഡിലെ സിനിമാ നടിയുമായ കങ്കണ റണാവത്തിൻ്റെ പല പരാമർശങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾക്ക് വിധേയയായ അല്ലെങ്കിൽ ഈ യുവാക്കളുടെ പ്രോഗ്രാമിനെ, ഈ സമരത്തെ വലിയ തരത്തിൽ ആക്ഷേപിച്ച ഒരു നേതാവ് കൂടിയാണ് കങ്കണ റണാവത്ത്. മാത്രമല്ല, അവർ പറഞ്ഞത് പ്രക്ഷോഭകരുടെ റീലുകൾ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതും, ഇത്രയും താഴ്ന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ഒരേ സമയം പലയിടത്ത് കാണുന്നത് ഇതാദ്യമായിട്ടാണെന്നുള്ള കാര്യത്തിലേക്കാണ് കങ്കണ റണാവത്ത് പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതും, യുവാക്കൾ ഇത്തരത്തിൽ അറപ്പുളവാക്കുന്ന സാധനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കങ്കണ റണാവത്ത് ആദ്യം പറഞ്ഞത്. മാത്രമല്ല, പാറ്റകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ ശരിക്കും ഒരു പാറ്റകൾ തന്നെയാണെന്നുള്ളതും, ലോകത്തിന് മുന്നിൽ തങ്ങളുടെ അഴുക്കും വെറുപ്പും ചവറുമെല്ലാം വലിച്ചെറിയുന്ന തലമുറയാണ് ഈ യുവാക്കൾ എന്നുള്ള രീതിയിലേക്കാണ് പിന്നീട് കങ്കണ റണാവത്ത് ഈ CJP, അതായത് കൊക്കോസ് ജനതാ പാർട്ടി സമരത്തിനെതിരെ പറഞ്ഞത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യുവതികളെ പലതരത്തിൽ പറഞ്ഞായിരുന്നു. ജനറേഷൻ കട്ട് എന്ന രീതിയിലേക്കാണ് പറഞ്ഞത്. മാത്രമല്ല, ഇത് വിളിക്കുന്നതോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു വീട്ടമ്മ പോലും ആകാൻ യോഗ്യതയില്ലാത്ത യുവതികളാണ് ഈ ഇത്തരത്തിലുള്ള സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ള രീതിയിലെല്ലാമാണ് കങ്കണ റണാവത്ത് ഈ യുവാക്കൾക്കെതിരെ അല്ലെങ്കിൽ യുവതികൾക്കെതിരെ പറഞ്ഞത്. മാത്രമല്ല, മാതാപിതാക്കളുടെ അധ്വാനത്തിൽ പ്രത്യേകിച്ചൊരു പണിക്കും പോകാണ്ട്, ഒരു ജോലിക്കും പോകാണ്ട് വെറുതെ സമരം ചെയ്യുന്ന, അത്തരത്തിൽ തിന്ന് വീട്ടിലിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ യുവാക്കൾ എന്നുള്ള രീതിയിലേക്കാണ് കങ്കണ റണാവത്ത് ഈ സമരത്തിന് പങ്കെടുത്ത നേതാക്കന്മാർക്കെതിരെ പറഞ്ഞത്. പ്രത്യേകിച്ച് സൗരവ്ദാസിനെതിരെ പിന്നീട് സൗരവ്ദാസിൻ്റെ മറുപടിയൊക്കെ വന്നായിരുന്നു. കങ്കണയുടെ ഈ പരാമർശങ്ങൾക്ക് CJP വക്താവ്, അതായത് സൗരവ്ദാസ് അടക്കം കൃത്യമായി മറുപടി നൽകുന്നതോടൊപ്പം തന്നെ അഭിജിത്ത് ദീപ്കയും ഇതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നു. കങ്കണ റണാവത്തിൻ്റെ വാക്കുകൾ മാനസിക സ്ഥിരതയുള്ള ഒരാളുടേതല്ലെന്നും, ഇത്തരം ഭാഷ സ്വന്തം കുടുംബത്തിന് മേലെ, കുട്ടികൾക്കും മേലെ ഉപയോഗിക്കുമോ എന്നുള്ളതൊക്കെയാണ് സൗരവ്ദാസ് പിന്നീട് കങ്കണ റണാവത്തിനോട് ചോദിച്ചിരുന്നത്. BJPയിലെ തന്നെ ആളുകൾക്ക് എന്താ പറയുക, അവരെ ഗൗനിക്കുന്നില്ലെന്നും, പിന്നീട് എന്തിനാണ് ഈ ജൻസികൾ അവരെ ഗൗനിക്കുന്നത്, സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കോ അനുയായികൾക്കോ കങ്കണ റണാവത്തിനെ ആരും ഗൗനിക്കുന്ന പോലുമില്ല, പിന്നെയല്ലേ ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് സൗരവ്ദാസ് ഇതിന് മറുപടിയായി രംഗത്ത് വന്നത്. മാത്രമല്ല, കങ്കണ സ്വന്തം മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ തന്നെ ഒരു MP എന്ന നിലയിൽ ഇത്രയൊക്കെ ജോലി ഉണ്ടായിരുന്നു ഒരു MPക്ക് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് തന്നെ ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിരുന്നു. ഒരു പണിയുമില്ലാണ്ട് സിമ്പിളായി ചെയ്ത് നടക്കുന്ന, അല്ലെങ്കിൽ സിനിമയോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബായിട്ട് മാത്രമായിരുന്നു തുടക്കത്തിൽ നല്ല, ഇപ്പോഴും MB കങ്കണ അങ്ങനെ തന്നെ കാണുന്നുണ്ടാവും. അപ്പം അന്ന് ഇത് പറഞ്ഞതിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപവും കങ്കണ റണാവത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വന്നിരുന്നു. ഇതിന് മറുപടിയായി പിന്നീട് കങ്കണ റണാവത്ത് പരസ്യമായി രംഗത്ത് വരുന്നു. കങ്കണ റണാവത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: ഇയാളെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇയാൾക്ക് 28 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയാൻ എന്ത് യോഗ്യതയുള്ളത്, ഒരു ജോലിയും ചെയ്യാത്ത, ഒരു പണിയില്ലാത്ത ഒരു ആളാണെന്നുള്ളതും, ഇത്തരത്തിലുള്ള ആളാണോ എന്നെ ഇത്തരത്തിൽ പരാമർശിക്കാൻ എന്ത് യോഗ്യത ആണെന്നുള്ളത്, നിങ്ങൾക്ക് യാതൊരുവിധ കഴിവുമില്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, അതായത് സിംപ്ലി യൂസ്ലെസ് എന്നുള്ള വാക്കാണ് കങ്കണ റണാവത്ത് ഈ പറഞ്ഞ പോലെ നേതാവിനെതിരെ, CJP നേതാവിനെതിരെ പറഞ്ഞത്. മാത്രമല്ല, ഇയാളുടെ പ്രായത്തിൽ തനിക്ക് 2 ദേശീയ അവാർഡുകൾ ഉണ്ടായിരുന്നെന്നും, താൻ കഴിഞ്ഞ 2 വർഷമായി രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും കഴിഞ്ഞ 20 വർഷമായി പൊതുപ്രവർത്തനത്തിൽ രംഗത്തുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് കങ്കണ റണാവത്ത് പറഞ്ഞത്. അതായത് 28ാമത്തെ വയസ്സിൽ തനിക്ക് പലതരത്തിലുള്ള അവാർഡുകൾ അടക്കം കിട്ടിയിട്ടുണ്ട്. ആ യുവാക്കൾക്ക് എന്ത് അവാർഡാണ് കിട്ടിയത് CJP നേതാവിന് എന്നുള്ളതൊക്കെയാണ് കങ്കണ റണാവത്ത് ചോദിച്ച് മുമ്പോട്ട് വെക്കുന്നത്. പിന്നീട് ഇതിന് മറുപടിയായി ഈ പറഞ്ഞ പോലെ ആ യുവാവ് രംഗത്ത് വരുന്നു, സൗരവ്ദാസ് രംഗത്ത് വരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, താനൊരു വിദ്യാർത്ഥിയല്ലെന്നും, തനിക്കിപ്പോൾ 27 വയസ്സാണെന്നുള്ളതും, താനൊരു മാധ്യമ പ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇനിയിപ്പം എന്താ പറയുക, കങ്കണയുടെ ഒരു ഹിസ്റ്ററി ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്ന CJP സമരത്തിൽ കങ്കണയുടെ മറുപടിയും അതിന് തിരിച്ചടിയായി CJP നേതാവിൻ്റെ മറുപടിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, ഇനി കങ്കണക്കെതിരെയുള്ള ഇതിനു മുമ്പ് പലതരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, മാനനഷ്ട കേസുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടി പറയാണ്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം അൺകംപ്ലീറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അതുകൂടി ഒന്ന് പരാമർശിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലിപ്പം ആദ്യമായിട്ട് പറയുന്നത് 2020 കർഷക സമരത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം മോദി സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അന്ന് കങ്കണ റണാവത്ത് ഒരു എന്താ പറയുക,
100 രൂപ കൊടുത്താൽ ഇത്തരത്തിൽ സമരത്തിന് വരുന്ന ആളാണ് കർഷകൻ എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ പറഞ്ഞായിരുന്നു. അന്ന് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബിണ്ട എന്നൊക്കെയായിരുന്നു. അദ്ദേഹം കോടതിയിൽ പോവുകയും മാനനഷ്ട കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തായിരുന്നു കങ്കണ റണാവത്തിന്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികൾ സമീപിച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മാനനഷ്ട കേസ് തള്ളിക്കളയണമെന്നായിരുന്നു പറഞ്ഞു. പക്ഷേ അത് അംഗീകരിച്ചില്ല എന്നുള്ളതും പിന്നീട് കങ്കണ തന്നെ പിന്നീട് ഡയറക്റ്റ് പോയി ഇങ്ങോട്ട് തൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള തരത്തിലെല്ലാം കങ്കണ റണാവത്തിനെ പിന്നീട് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ബോളിവുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതരത്തിലുള്ള ബോളിവുഡിലെ ഒട്ടുമിക്ക ആളുകളും ഇതേപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലെല്ലാം കങ്കണ റണാവത്ത് അന്ന് പറഞ്ഞിരുന്നു. അപ്പം അന്നും ഈ തരത്തിൽ ബോളിവുഡിലെ ഒരുപാട് നടന്മാർ പരസ്യമായി കങ്കണക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അപ്പം ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ച നേതാവ് കൂടി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഹൃത്തിക് റോഷനുമായിട്ടുള്ള തനിക്ക് 2013 ഹൃത്തിക് റോഷനുമായി തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലെല്ലാം കങ്കണ റണാവത്ത് വന്നിരുന്നു. പക്ഷേ ഇതിനെതിരെ ഹൃത്തിക് റോഷൻ തന്നെ പരസ്യമായി വരുന്നു, അത്തരത്തിലുള്ള യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയുന്നു. ഇതും കൂടാതെ പിന്നീട് കരൺ ജോഹറുമായുള്ള ഒരു ഏറ്റുമുട്ടൽ 2017 കോഫി വിത്ത് കരൺ എന്ന് പറയുന്ന ഒരു TV ഷോയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പോയിരുന്നു. അതേപോലെ നെപ്പോട്ടിസത്തിൻ്റെ നേതാവാണ് അദ്ദേഹം എന്നുള്ളതും സ്വജനപക്ഷപാതത്തിൻ്റെ വക്താവാണ് അദ്ദേഹം എന്നുള്ള തരത്തിലൊക്കെയാണ് അന്ന് കങ്കണ റണാവത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം അതിരൂക്ഷമായി രംഗത്ത് വരുന്നത് കണ്ടു. ഇതുകൂടാതെ രാഷ്ട്രീയ സാമൂഹികപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മുംബൈ, അന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ് മുംബൈ ഭരിച്ചിരുന്നത്, സംസ്ഥാനത്ത് ഭരിച്ചിരുന്നത്. പിന്നീടാണ് അത് മറിച്ചിട്ടത്. അപ്പം അന്ന് മുംബൈ നഗരം പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ, അതായത് POK, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ പോലെയാണെന്ന്, തനിക്കവിടെ സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ കങ്കണ റണാവത്ത് പറഞ്ഞായിരുന്നു. അന്ന് ഇതിനെതിരെ ശിവസേന, പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെയൊക്കെ പരസ്യമായി രംഗത്ത് വരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കങ്കണയുടെ ഓഫീസ് പൊളിക്കൽ വിഭാഗത്തിലോട്ട് വരെ കാര്യങ്ങളെല്ലാം പോകുന്നത് കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട നേതാവ് കൂടിയാണ്. മാത്രമല്ല ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പകർപ്പിൻ്റെ വിഷയം മുൻകൂട്ടി ഒരു സദസ്സിൽ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടും കങ്കണ റണാവത്ത് പലതരത്തിലുള്ള കേസുകൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കങ്കണ റണാവത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളതും കങ്കണ റണാവത്തിൻ്റെ ഒരു പക്വതയുള്ള ഒരാളെയാണോ BJP ഈ പറഞ്ഞ പോലെ MP ആയി സെലക്ട് ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. കാരണം അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ലോക്സഭയിലോട്ട് ആയിക്കോട്ടെ, രാജ്യസഭയിൽ ഈ പറഞ്ഞ പോലെ മുതിർന്ന നേതാക്കന്മാരെന്ന് പറയാം, കങ്കണയെ പോലുള്ള ഈ പറഞ്ഞ പോലെ നമുക്ക് ഓക്കെയാണ്, ഈ പറഞ്ഞ പോലെ സിനിമാ ഭാഗത്ത് നിന്നുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരാറുണ്ട്, നോമിനേറ്റ് ചെയ്യാറുണ്ട് രാജ്യസഭയിലോട്ടൊക്കെ. പക്ഷേ കങ്കണ എനിക്ക് തോന്നുന്നു നേരിട്ട് ഫൈറ്റ് ചെയ്ത് മത്സരിച്ച് വിജയിച്ച് വന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള നേതാക്കന്മാർ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ അറിയപ്പെടുന്ന ഫിഗറായിരിക്കാം, അറിയപ്പെടുന്ന നേതാവായിരിക്കാം, അറിയപ്പെടുന്ന നടിയായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തോടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത നേതാവാണ് കങ്കണ റണാവത്ത്. BJPയുടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക MLA മാർ, ഇപ്പം നമ്മൾ ഉദാഹരണം എടുക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പം കേരളത്തിൽ BJPയുടെ സുരേഷ് ഗോപിയുടെ മറ്റൊരു കോപ്പിയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കങ്കണ റണാവത്തിൻ്റെ. ഇവിടെ ഇത്തരത്തിലുള്ള പല മണ്ടത്തരങ്ങളും സുരേഷ് ഗോപി പരസ്യമായി വിളിച്ചു പറയുന്നു. നോർത്ത് ഇന്ത്യയിൽ അത് കങ്കണ റണാവത്താണെന്നേ ഉള്ളൂ. രണ്ടുപേരും സിനിമാ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ, എല്ലാ സിനിമാക്കാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. സിനിമാ രംഗത്തുള്ളവരും രാഷ്ട്രീയത്തിൽ വരണം, അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ടന്മാരാവരുത്, അല്ലെങ്കിൽ എന്താ പറയുക, മണ്ടൻ എന്ന് പറയുന്നില്ല, പക്ഷേ വിവരക്കേട് ഒരു ആലങ്കാരികമായി BJPയുടെ പല നേതാക്കന്മാരും കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ CJPനെ പരസ്യമായി രംഗത്ത് വന്നായിരുന്നു. അപ്പം ഇതൊക്കെ പറഞ്ഞത് BJP MP മാരെ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനം നോക്കാറുണ്ട്. ഒരു 98% അത് തന്നെയാണ്. ഒരു 2% ഇത്തരത്തിൽ വിവരവും വിദ്യാഭ്യാസവും പക്വതയുമുള്ള കുറച്ച് നേതാക്കന്മാരെ കൂടി BJP സെലക്ട് ചെയ്യണം എന്നാണ് BJPയോട് അഭ്യർത്ഥിക്കാനുള്ളത്.